ഹലോ, ഇന്ന് നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ക്യാബേജ് മുട്ടക്രൂസ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. അപ്പോൾ മുകളിലുള്ള ഈ ഒരു പോഷൻ നമുക്ക് കുറച്ച് പറിച്ച് കളയാം. കൈ കൊണ്ട് അരിഞ്ഞെടുക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുക്കും. പിന്നെ അറിയാവുന്നവർ എക്സ്പെർട്ടായവർക്കും ഓക്കെയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനും ടെൻഷൻ അടിക്കണം. ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ എന്ത് സിസ്റ്റം ഉണ്ടെങ്കിലും കത്തിയുടെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കത്തിയും കൊണ്ട് കുറച്ച് നമ്മൾ അരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മെഷീൻ സെറ്റ് ചെയ്യുക, പ്രസ് ചെയ്യുക, ഒന്ന് കുലുക്കി കൊടുക്കുക, പിന്നെയും പ്രസ് ചെയ്യുക. കിട്ടി, നല്ല കുനുകുനാന്ന് അരിഞ്ഞ നല്ല ക്യാബേജ് കിട്ടി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാത്രം നമുക്ക് എടുക്കാം, കാരണം ഒരെണ്ണം മൊത്തം നമ്മൾ ഫുള്ളിങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പാതി പോർഷൻ എടുത്തിട്ട് പാതി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ തന്നെ ഇരുന്നാലാണ് വാടിപ്പോളൂ. അരിഞ്ഞു വെച്ചാൽ പിന്നെ എളുപ്പമായതുകൊണ്ട് ഉണ്ടാക്കും. ഇനി നമുക്ക് നേരെ ഈ പാത്രം എടുത്ത് കഴുകിയെടുക്കാം. ഇതിൽ നിന്നും ഒരു വയലറ്റ് കളർ വരുന്നുണ്ട്, ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇനി നേരെ കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിരുമ്മിയെടുക്കുക, ലേശം കറിവേപ്പിലയും കൂടി ഇടുക. ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയിടും, വേറെ പണിയൊന്നുമില്ലല്ലോ, ലേശം രുചിയും കൂടി ഇരുന്നോട്ടെ. അങ്ങനെ നമ്മൾ തിരുമ്പി വെച്ചതിലേക്ക് ഒരു 3/4 ഭാഗം തേങ്ങയും കൂടി ചിരണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ ചിരണ്ടാനും തേങ്ങ പൊതിക്കാനൊക്കെ ഞാൻ പണ്ട് വീട്ടിൽ വഴക്കൂടിയിരുന്ന് പഠിച്ചാണ്. പണ്ട് ഞാൻ എപ്പോഴും മുട്ട പൊരിക്കുമ്പോൾ തേങ്ങ ഇടുമായിരുന്നു. അങ്ങനെ തേങ്ങ പൊതിച്ച് തരാൻ പറ്റില്ലാന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് വാക്കാത്ത ഒരുപാട് എന്തോ സാധനം ഉപയോഗിച്ച് കുറേ നേരത്തിന് ശേഷം തേങ്ങയും പൊരിച്ച് തന്നെ മുട്ട പൊരിച്ച് ചോറുണ്ടു. അങ്ങനെയാണ് ഞാൻ തേങ്ങ പൊതിക്കാനും തീരുമാനം പഠിച്ചത്. പിന്നെ നേരെ നമ്മുടെ ആസ്ഥാന പാത്രം എടുക്കുക. നാച്ചിമുത്തിനോടാണ് ഈ പാത്രം മാത്രമേ ഉള്ളൂ എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഈ പാത്രത്തിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അതാകുമ്പോൾ എന്ത് എളുപ്പമാണെന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്ന് ചൂടാവണേ അതൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, നീ എന്തായാലും അത് വാങ്ങണം. അങ്ങനെ നമ്മുടെ മുട്ടക്രൂസ് തോരൻ, ക്യാബേജ് തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കൊഴുവമീൻ വറുക്കാം. അല്ലെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും ഒതുക്കിയിരിക്കുമ്പോഴായിരിക്കും ഇതുപോലത്തെ പണിയായിട്ട് വന്നത്. പിന്നെ കൊഴുവയായതുകൊണ്ടും കുറച്ച് വലിയ കൊഴുവയായതുകൊണ്ടും പെട്ടെന്ന് നന്നാക്കാവുന്നുള്ളൊരു ഇതും കൊണ്ട് ഞാൻ നന്നാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആദ്യം കൈ കൊണ്ട് നന്നാക്കി തുടങ്ങി. പിന്നെ നമ്മുടെ കത്രിക തന്നെ എടുത്തു. അതാകുമ്പോൾ തലയും വാലും കൂടി വെട്ടിക്കളഞ്ഞിട്ട് ആ ഉള്ളിലത്തെ സംഭവമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ബാക്കി വേഗം സെറ്റാക്കി എടുക്കാമല്ലോ. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരുവിധം എല്ലാ കൊഴുവയും നന്നാക്കി വൃത്തിയാക്കി എടുത്തു. എല്ലാം സിങ്കിലായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുറത്ത് ചെറിയ സ്ലാബൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ എന്തോ ഒരു ആവേശകർത്തായയുടെ പുറത്ത് ഞങ്ങൾ ഇതൊക്കെ പൊളിച്ച് അകത്തേക്ക് ഇപ്പോൾ മാറിയതാണ്. അത് തന്നെയായിരുന്നു കുറച്ചും കൂടി നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, സിങ്കൊക്കെ വൃത്തിയാക്കി സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ കൊഴുവ നന്നായിട്ട് കഴുകിയെടുത്തു. നമ്മളൊരു 1-2 തവണ ഇങ്ങനെ കഴുകിയെടുക്കണം, അപ്പോഴാണ് കുറച്ച് ശരിയായിട്ടേ വരുള്ളൂ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വെളുപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് മസാല തേച്ചെടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തൊട്ടാണ് ഫിഷ് മസാല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തിടുക. കുറച്ച് ഉപ്പ് കൂടി ഇടുക, കറിവേപ്പില ഇടുക, നന്നായിട്ട് തിരുമ്പി കൂട്ടി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് അവിടെ എടുത്ത് വയ്ക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ഇത്രയും നേരം വെള്ളത്തിൽ കിടന്ന് റെസ്റ്റ് ചെയ്താൽ നമുക്ക് നേരെ എടുത്ത് എണ്ണയിലേക്ക് ഇടാം. അങ്ങനെ എണ്ണയൊക്കെ കുടിച്ച് കുറച്ച് നേരം പൊരിഞ്ഞ് വരട്ടെ. കൊഴുവ ഇങ്ങനെ തിക്കി കൂട്ടിയിട്ട് എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തം പൊടിഞ്ഞു. മൊത്തവും പൊടിയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ഒന്ന് കരിയട്ടെ എന്ന് വിചാരിച്ചു, മൊരിയട്ടെ എന്ന് വിചാരിച്ചു. ഇനി കരിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് നേരെ എടുത്ത് മാറ്റി. ഇനി നമ്മുടെ ചോറങ്ങോട്ട് എടുക്കുക, ലേശം കൊഴുവ വറുത്ത് അരികിലേക്ക് വെക്കുക. പിന്നെ നമ്മുടെ ഇന്നലത്തെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു, അപ്പം മീൻ വറുത്തും കൂടി ഒരെണ്ണം എടുത്ത് വെക്കുക. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. കൊഴുവ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമാണ് വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു. ഇത് ബിരുദാഹാരമാണ് പറയണത്, പക്ഷെ ഞാൻ തൈരും മീനൊക്കെ കഴിക്കാറുണ്ട്, എനിക്കൊന്നും പറ്റാറില്ല. എന്തോ ഭാഗ്യം, അത്ര തന്നെ. എന്നാൽ ഇപ്പോഴത്തേക്കും മീൻകറിക്ക് അത്യാവശ്യം നല്ല രുചിയായിട്ടുണ്ടാവും. അങ്ങനെ മീൻകറിയും കൂടി കുറച്ചെടുത്ത് ഒഴിച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ക്യാബേജ് തോരൻ, അങ്ങനെ ക്യാബേജ് തോരനും എടുത്തു വെച്ചു. ഇത്രയും കറി ഉണ്ടായിട്ടാണ് പിന്നെ എന്നെ കൊഴുവ വറുക്കാനായിട്ട് ഇദ്ദേഹം പ്രേരിപ്പിച്ചത്. അങ്ങനെ മീൻ വറുത്ത് മീൻകറിയും തോരനൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ അത്രയുള്ളൂ, ബൈ.